നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ചില നിമിഷങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലോട്ട് ശ്രദ്ധയെ തിരിക്കുകയാണ്. വളരെ പരിചിതമായ ദൈവവചന ഭാഗം ഒരുമിച്ച് ചേർന്ന് വായിച്ച് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്ന ഒന്ന് രണ്ട് തോട്ട്സ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 55. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം, അതിൻ്റെ വേഴ്സ് നമ്പർ 10 and 11, 10-11 വാക്യം ഒന്ന് വായിച്ചാണ്. Thank you, Ashel, for reading those verses aloud. God bless you. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. So the two verses which we read this morning talks about the word of God. ദൈവത്തിൻ്റെ വചനത്തെ പറ്റി നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കുവാൻ തക്കമുണ്ടായിരുന്ന. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ചെറിയ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. It is so crucial to understand the timeline in the book of Isaiah. Praise God. You know, it covers the history of centuries of Israelite. നൂറ്റാണ്ടുകളുടെ ചരിത്രം തന്നെ പ്രാവചനിക ഭാഷയിൽ, പ്രൈസ് ഗാഡ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കവർ ചെയ്യുന്നുണ്ട്. സ്തോത്രം. And when you start reading from chapter 40 onward, it talks about a different period of Israelite. Praise God. അതെവിടെന്ന് ചോദിച്ചാൽ 40-ാം അധ്യായം തൊട്ട് പഠിച്ചു വരുമ്പോൾ നമ്മൾ കാണുവാൻ തക്കവണ്ണം സാധിക്കും. It talks about the people of God is being delivered from the land of Babylon. Praise God. And God used a king called Cyrus. കോരേശിനെ ഉപയോഗിച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ ബാബിലോണിൽ നിന്ന് വിടുവിക്കുന്ന ഭാഗങ്ങളാണ് 40 തൊട്ട് നമ്മൾ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ആൻഡ് സംടൈംസ് സൈറസ് ഈസ് അഡ്രസ് ആസ് ദ സെർവൻറ്റ്. പ്രൈസ് ഗാഡ്. എന്നാൽ if you read from chapter 50 onward, praise God, the Israelites are back in Jerusalem. Praise God. അവർ മടങ്ങി വന്നു. ഒന്ന് രണ്ട് ഗ്രൂപ്പുകളായിട്ട് മടങ്ങി വന്ന ചരിത്രം നമുക്ക് അറിയാൻ തക്കവണ്ണം സാധിക്കുമല്ലോ. And there, even though the name is not mentioned, especially in these chapters, God is using the king called Darius. Praise God. പല ദാരിയവേശ രാജാക്കന്മാരുണ്ട്. But ഇത് Darius after Cyrus, കോരേശിന് ശേഷമുള്ള ഭരിച്ച ദാരിയവേശ് രാജാവ്. സ്തോത്രം. സോ ഞാനിതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഐ വാണ്ടഡ് ടു കം ടു മൈ മെസ്സേജ്. ഞാൻ എൻ്റെ മെസ്സേജിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുവാൻ തക്കനിടയായിട്ടുള്ളത്. സോ നൗ we need to understand that the people of God is back in Jerusalem. അവര് സ്തോത്രം ഇപ്പോൾ യെരുശലേമിലോട്ട് അടിമത്തത്തിന് ശേഷം മടങ്ങി വന്നിരിക്കുന്നു. But if you really look at the state of this people, ഈ ജനത്തിൻ്റെ അവസ്ഥയെപ്പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, even though they are back in Jerusalem, even though the period of slavery is over, അവർ യെരുശലേമിൽ മടങ്ങി വന്നിട്ടും അടിമത്തം കഴിഞ്ഞിട്ടും അവരെ വിളിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാട്ട്, if you can read a chapter verses 1 of chapter 55, 1 and 2, ഒന്നോ രണ്ടോ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, they are identified or addressed as thirsty, ദാഹിക്കുന്നവർ എന്നവരെ വിളിച്ചിരിക്കുന്നു. അവരെ അതുമാത്രമല്ല, വിശപ്പുള്ളവർ എന്നവരെ വിളിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇനിയും പണമില്ലാത്തവർ, ദരിദ്രർ എന്നവരെ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. ഹോ എവരി വൺ ഹൂ thirst, come to the waters, and you have no money, come buy and eat. Come buy wine and milk without money and without cost. അപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നവർ വെള്ളമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, പണം ഇല്ലാത്തവർ. Even though they are back in Jerusalem, praise God, it talks about their plight. Praise God. അവരുടെ ദുര അവസ്ഥയെ ആണ്
കാണിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ വലിയൊരു സ്വപ്നമാണല്ലോ മടങ്ങി വരിക എന്നുള്ളത്. അവർ മടങ്ങി വന്ന ലാൻഡിൽ താമസിക്കുകയാണ്. പക്ഷേ അവരുടെ അവസ്ഥകൾക്ക് മാറ്റം ഒന്നും ഇല്ല. പ്രൈസ് ഗോഡ്. ഇൻ ദ സെക്കൻഡ് വേഴ്സ്, ആമേൻ, പ്രൈസ് ഗോഡ്, God is therefore giving them an advice. പ്രൈസ് ഗോഡ്. എന്താണ് അഡ്വൈസ് കൊടുക്കുന്നത്? രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. If you can read chapter 55 verse 2 ഒന്ന് വായിച്ചാട്ടെ. ആ ആ Praise God. So God is saying there is a solution to this. Praise God. They thought, coming back to the, land which, filled with honey and milk will, settle their problems. Praise God. പിന്നെ പാലും തേനും ഒഴുകുന്ന ദേശത്തോട്ട് മടങ്ങി വന്നാൽ അവരുടെ സകല പ്രശ്നങ്ങളും കഴിയുമെന്ന് അവർ വിചാരിച്ചു. But they are back in Jerusalem, but still they are in great trouble. Praise God. Their problems are not being saved. Being solved. Praise God. Hallelujah. They are still thirsty. They are still hungry. Praise God. They don't have any money at all. അതുകൊണ്ട് രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. There is only one solution to this. Praise God. The land will not solve your problems. Hallelujah. Any resources of this world will not solve your problem. There is only one way to be out of this trouble. That is, listen to me carefully. Hallelujah. എന്റെ വചനം കേട്ടാൽ നിങ്ങൾ പുറത്ത് വരും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ഉള്ളത്, മറ്റൊന്നിനും സോൾവ് ചെയ്യുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ദൈവവചനത്തിന് പരിഹരിക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ഗോഡ്. You can go to doctors, you can go to philosophers, you can go to counselors. Praise God. You can go to anyone, you can approach anyone else of anyone of this world. Hallelujah. Any specialist. Hallelujah. But let me tell you, praise God. Hallelujah. They are helpless. Hallelujah. സ്തോത്രം. പലയിടത്തും പോയി പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ പരിഹരിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നീ ശ്രദ്ധ വെച്ച് കേട്ടാൽ സ്തോത്രം, അത് നൽകി തരുന്ന നന്മ എന്ന് പറയുന്നത്, അത് നൽകി തരുന്ന പുഷ്ടി എന്ന് പറയുന്നത്, ലോകത്തിന് നൽകി തരുവാൻ കഴിയാത്ത സമാധാനവും ലോകത്തിന് നൽകി തരുവാൻ കഴിയാത്ത അനുഗ്രഹവും ദൈവത്തിന്റെ വചനത്തിന്റെ സമൃദ്ധിക്ക് നമുക്ക് നൽകി തരുവാൻ തക്കവണ്ണം സാധിക്കും. Praise God. Hallelujah. Therefore it is really important to listen to the word of God. Amen. Praise God. So God is saying, come back. And now, praise God, hallelujah. I like, the condition, the state of the people is under, is described here. Praise God. എന്നിട്ട് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് ഇസ്രായേലിന്റെ ദൈവത്തെ പറ്റിയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തെയാണ് എന്ന് വെച്ചാൽ, പ്രൈസ് ഗോഡ്, they are back in Jerusalem. And if you study the book of Haggai and Zechariah, praise God, God has done so much for them. Praise God, he used a Persian king called Cyrus, and later on he used another king called Darius, to bring them back to Jerusalem and to make them settle in that land. God has done so much for them. ദൈവം അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. Yet, if you read the book of Haggai and Zechariah, they are not worshiping the Lord. Hallelujah. They are not listening to him. Praise God. They are away from him. Praise God. Hallelujah. So when God looks at them, ദൈവം അവരിലോട്ട് നോക്കുമ്പോൾ ദൈവം അവരെ കാണുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? ദാഹിക്കുന്നവരായി കാണുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? വിശക്കുന്നവരായി കാണുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? ദുരവസ്ഥയിലായിരിക്കുന്നവരായി കാണുകയാണ്. Praise God. When you look at the other side of it, I see a God there. Praise God. The God of Israelite. What kind of God is he? A God who understands the plight of his people. Hallelujah. The God who understands the thirst of his people. The God who understands the hunger of his people. Hallelujah. ഇത് എങ്ങനത്തെ ദൈവമാണ്? സ്തോത്രം. തന്റെ ജനത്തെ മനസ്സിലാക്കുന്ന ഒരു ദൈവം.
ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാനിത് അകന്നു പോകാനുള്ള ഒരു ലൈസൻസ് ആയിട്ടല്ല പറയുന്നത്, പക്ഷെ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പറയുകയാണ്. ആമേൻ, സ്തോത്രം. നമ്മൾ എത്ര നന്ദി കെട്ടവരായി പോയാലും നമ്മൾ ദാഹിക്കുന്നത് കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. You know many times we go unfaithful. Amen, praise God, hallelujah. We go, amen, praise God, really away from the Lord. But still when he sees us, amen, praise God, he sees us when he sees us, when he looked to us, when he found us in trouble, amen, praise God, അവൻ നമ്മെ ട്രബിളിനകത്ത് കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം. പ്രൈസ് ഗോഡ്, നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മറ്റാർക്കും നമ്മളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, മനുഷ്യർക്കാർക്കും നമ്മളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുമ്പോൾ അവര് പറയും, പ്രൈസ് ഗോഡ്, അവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണമാണ് അത് അവന് കിട്ടിക്കോട്ടെ എന്ന് പറയുമ്പോൾ, ആമേൻ, മനസ്സലിഞ്ഞ് പിന്നെയും നമ്മെ ചേർത്തുകൊള്ളുവാൻ, ആമേൻ, ദയ കാണിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ഇവിടെ നിൽക്കുന്നത് ഇന്നും ജീവനോട് ഇരിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടാണോ? അല്ല. പ്രൈസ് ഗോഡ്, ഇന്നും ജീവനോട് ഇരിക്കുന്നത് ഇങ്ങനെ ദയ കാണിക്കുന്ന ഒരു ദൈവം നമ്മെ ചേർത്ത് നടത്തുന്നത് കൊണ്ട്. ഹല്ലേലൂയ. I thank the Lord. Amen, pray he understands us, my beloved. Praise God. Amen, pray he understands, amen, everything about you. Amen, praise God. Hallelujah. അവൻ, ആമേൻ, നമ്മെ മനസ്സിലാക്കുക മാത്രമല്ല, താഴോട്ട് വായിക്കിനി. ആമേൻ, ഞാൻ ഒരു പടിയും കൂടെ പറയട്ടെ. There may be people, friends or relatives who can understand you. അല്ലേ? നമ്മളെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുകൾ കാണും, പക്ഷേ അതുകൊണ്ട് നിൽക്കും. പ്രൈസ് ഗോഡ്. ലൈക്ക് അവർ മനസ്സിലാക്കിയിട്ട് പറയും കഷ്ടമായി പോയി. റൈറ്റ്? They will say, like when they will look at us and see us in trouble, they may pass comments like, we're so sorry about this. Praise God. അവരെ പറയും. But that they cannot do anything other than that. By just passing a comment, praise God, ഒരു കമന്റ് പാസ് ചെയ്തിട്ട് പറയും, ആമേൻ, കഷ്ടമായി പോയി, ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു. പക്ഷേ if you look at, ആമേൻ, the Israelite and their God here, he not only understand their plight, but praise God, hallelujah, he says, amen, praise God, amen, praise, and then he, amen, provide them a solution, amen, praise God, to come out of the trouble. He says that, praise God, I understand you and I'm going to say something to you, and if you're going to listen this, hallelujah, you will come out of it. Praise God. ഇനി ഞാനൊരു കാര്യം പറയാം. ആമേൻ, സ്തോത്രം. നമ്മൾ വലിയൊരു ട്രബിൾ ആയിരിക്കുമ്പോൾ മനുഷ്യർ സൊല്യൂഷൻ കൊണ്ടുവരും. റൈറ്റ്? ബട്ട് ഇൻ ദാറ്റ് ടൈം ഓഫ് ട്രബിൾ ഇറ്റ് ഈസ് ടു മച്ച് ഫോർ അസ് ടു ടേക്ക്. അല്ലേ? നമ്മളൊരു ഒരു വലിയ ട്രബിളിൽ നിന്ന് പുറത്ത് വരുന്നത് ഈസി അല്ല. റൈറ്റ്? Out of a great financial trouble or out of anything, to come out of a great trouble is not that easy. I mean, praise God, people may understand you, and sometimes people may come up with a solution, but it won't be that easy. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത്, കാരണം ട്രബിൾ എത്രത്തോളം, ഐ മീൻ, ഡീപ്പാണോ അത്രത്തോളം ഹാർഡ് ആയിരിക്കും സൊല്യൂഷനും. But look at the solution here. God is they are in great trouble. അവരുടെ ട്രബിളിനെ പറ്റി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. They are in great trouble by the surrounding nation. No way, I mean, they can settle themselves as a nation in that land. They are surrounded by brutal enemies, but God is offering them a solution, and that solution is so easy. എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അറിയോ? 3 കാര്യങ്ങളാണ് പറയുന്നത്. Number 1, listen to me. Praise God. Number 2, ആമേൻ, സ്തോത്രം, നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ verse number 3, incline your ears. In other ways, ആമേൻ, submit yourself. Number 3, seek me while I am found. Praise God. നിങ്ങൾ എന്നെ അന്വേഷിക്കുക. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, സിമ്പിളായി ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? ഇതൊന്നും പാടുള്ള കാര്യമല്ലല്ലോ. ആമേൻ, സ്തോത്രം. മനുഷ്യന്റെ അടുത്ത് എന്നാൽ എടുക്കാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത സൊല്യൂഷനുമായി അവിടെ നമ്മുടെ മുൻപാകെ നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, ആമേൻ, പ്രൈസ് ഗോഡ്, trouble, however hard and great maybe your troubles are, do not worry about the solution. My solution is so
easy. You just have to listen to me. You just have to submit to me. Amen. Number 3, seek me and you will be out of your trouble. Hallelujah. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ, പ്രതികൂലങ്ങളിൽ കൂടെ എങ്ങനെ പുറത്തു ചാടും, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ആമേൻ സ്തോത്രം, ഇതെങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ള ചോദ്യങ്ങളുമായി ഹൃദയത്തിനകത്ത് വലഞ്ഞിവിടെ ഇരിക്കുന്നുവെങ്കിൽ ആമേൻ ദൈവത്തിന്റെ മുൻപാകെ കടന്നു വന്നാൽ സൊല്യൂഷൻ വളരെ ഈസിയാണ്. വേറെ ഒന്നും ചെയ്യണ്ട. You just have to listen to him. Hallelujah. You just have to listen to the word of God will bring you out of trouble. Hallelujah. You just have to submit to him. The presence of the Lord will carry you. Hallelujah. You just have to seek him. Hallelujah. In worship. Hallelujah. And the God will, amen, praise God, take you out of any trouble and he will make you, amen, stand on the solid ground. And also he will sing a song, give a song in your mouth to sing. Hallelujah. പകൽക്കാലം എത്ര പേർക്ക് പ്രശ്നങ്ങൾ ഇത് പുറത്തു വരണ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ പുകഞ്ഞാലോചിക്കുകയാണ് എന്ത് പരിഹാരം. ഇന്ന് പകൽക്കാലം പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ വചനം കേൾക്കുക, അവന്റെ മുൻപാകെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുക. ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. അവൻ നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. ഇന്ന് പകൽക്കാലം എങ്ങനെ നടക്കുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുമായി ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആലോചന ഞാൻ പറയാം. കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. സ്തോത്രം. And now, praise God, നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, so in fact verse number 5 and 6 talks about Darius. ദാരിയവേശ് രാജാവിനെ പറ്റി പറയുകയാണ്. So there God is saying, I'm going to help you. I'm going to, praise God, I'm going to send you help. And നമ്മൾ എസ്രായുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ they have been helped. അവർക്ക് സഹായം ലഭിച്ചു. ആരുടെ ത്രൂവില്? ദാരിയവേശ് രാജാവിന്റെ ത്രൂവില്. എന്നിട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ സ്തോത്രം. വേഴ്സ് നമ്പർ 5 ഇങ്ങനെയാണ്, behold you will call a nation you do not know and a nation which knows you not will run to you because the Lord your God. Hallelujah. In other words, praise God, അവരെ അറിയാത്ത ഒരു മുഖാന്തരം ദൈവം അവർക്ക് വേണ്ടി ഉപയോഗിച്ചു. They never thought that their help will come through Darius. Praise God. ദാരിയാവേശ് രാജാവിൻ്റെ അടുത്ത് നിന്ന് ഹെൽപ്പ് വരുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചില്ല. Praise God. അവർ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ദൈവം അവർക്കുള്ള സഹായം ഒരുക്കി. Praise God. They never expected that their help will come through Darius. But God is saying, if you listen to me, if you submit to me, and if you seek me in my temple, praise God, I'm going to send you help, and I will use unexpected persons, unexpected means, and unexpected ways, to help you. Praise God. നീ പ്രതീക്ഷിക്കാത്ത വ്യക്തിയെ ഉപയോഗിച്ച്, നീ പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിൽ കൂടെ ദൈവം നിനക്കുള്ള സഹായം ഒരുക്കും. പ്രൈസ് ഗോഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ഗോഡ്. അതിന്റെ മറുവശം ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കുന്ന കരങ്ങളെല്ലാം കുറുകി പോകുമ്പോൾ, നീ പ്രതീക്ഷിക്കുന്ന വഴികളെല്ലാം അടഞ്ഞു പോകുമ്പോൾ, നിനക്ക് സഹായമായി തീരുമെന്ന് നീ കണക്കുകൂട്ടിവരെല്ലാം പിന്മാറി പോകുമ്പോൾ, നീ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവനെങ്കിൽ, നീ ദൈവത്തിന്റെ മുൻപാകെ അനുസരിക്കുന്നവനെങ്കിൽ, നീ അവനെ അന്വേഷിക്കുന്നവനെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളെ, നീ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ ദൈവം നിനക്ക് വേണ്ടി ഉപയോഗിക്കും. God is going to use unexpected persons, unexpected means for us. Hallelujah. Amen. സ്തോത്രം. But ഞാൻ സമയം ഇല്ലാത്തപ്പോഴാണ് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത്. If you read verse number 7, what stands on their way is their own plans and their own thoughts. Praise God. Now we need to understand the whole story here. Okay, Isaiah 55 is prophetic at the same time. A historical fulfillment on the. It's a bit hard to understand. Praise God. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, God is saying, now we need to understand there is a God who is ready to help his people. സഹായിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു ദൈവം. But praise God, their own thoughts, people's own thoughts and plans stand on the way. മനസ്സിലായോ?
ദൈവം ഇങ്ങനെ സഹായിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ തടസ്സമായി നിൽക്കുന്ന എന്തെന്നറിയാമോ? അവരുടെ തന്നെ നിരൂപണങ്ങളും അവരുടെ തന്നെ പ്ലാനുകളുമാണ്. അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, the Jews never like to receive help from a Gentile. Praise God. ഈ ജാതികളിൽ നിന്ന് ഹെൽപ്പ് സ്വീകരിക്കുന്നത് യഹൂദന്മാർക്ക് ഇഷ്ടമല്ല. Praise God. They want to be helped. They want to receive help, but not from Cyrus. They want to receive help, but not from Darius. Praise God. So അവരുടെ നിരൂപണങ്ങളും അവരുടെ പ്ലാനുകളും വ്യത്യസ്ത. They want help. എന്താണ് ദൈവം അവര് വേണ്ടെന്നറിയാമോ? God should come down. Amen. Praise God. And God should help. God should enable. Amen. Praise God. One of the Jew, so that their help will, amen, praise will come, amen, through a person among them. Praise God. അവരുടെ തന്നെ ഇടയിൽ നിന്ന് സഹായം അവർക്ക് ലഭിക്കണം. പക്ഷെ ദൈവം പറയുകയാണ്, ആമേൻ, praise God, my plans are not your plans. Praise God. Now you will understand the next verse. അങ്ങനെയുള്ളവരോട് ദൈവം പറയുകയാണ്, verse number 8, for my thoughts are not your thought, nor are your ways my ways, declares the Lord. ദൈവം പറയുകയാണ്, your help will come. ആമേൻ, praise God. പക്ഷെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. Praise God. You can ask God for help, but the means and the way that God is going to help is God's prerogative. ദൈവത്തിൻ്റെ പരമാധികാരമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് വ്യക്തമായ പ്ലാനുകളുണ്ട്. ആമേൻ, സ്തോത്രം. ഒന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. ആ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ, submit yourself to the thoughts and plans of God, and the help will be supplied. സഹായം നമുക്ക് ലഭിക്കും. ദൈവം അതിനുവേണ്ടി വ്യക്തികളെ ഒരുക്കിയിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നിന്റെ പ്ലാനുകളും നിന്റെ ചിന്തകളും കൊണ്ട് എന്റെ പ്രവർത്തികൾക്ക് നീ തടസ്സം നിൽക്കരുത്. Praise God. How many of you understand this? Praise God. Then God says, amen, praise, all that you need to do is listen to my plans, listen to my words. Praise God. My word is going to give you help. എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് സഹായം നൽകി തരാൻ തക്കോണം പോകുകയാണ്. ഞാൻ പറഞ്ഞ വാക്യത്തിലോട്ട് വന്നിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് നിർത്താം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വേഴ്സ് നമ്പർ 10 and 11, God is going to say how listening to my God is going to help you. ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്നത്, ഈ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പ്ലാനുകളെ കേൾക്കുന്നത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അവിടെ ആമേൻ പറഞ്ഞിരിക്കുന്നത്. He says, my words are going to help you, my words are going to deliver you. How it is? It is like rain, it is like a dew. Praise God. മഴ പോലെ, ഹിമം പോലെ എൻ്റെ വചനങ്ങൾ ആമേൻ നിങ്ങളെ രക്ഷിക്കാൻ പോകുകയാണ്. What does the rain does? മഴ എന്താണ് ചെയ്യുന്നത്? വേഴ്സ് നമ്പർ 10 നമ്മൾ വായിച്ച വാക്യത്തിൽ, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താൽ വിളയിക്കുന്നത് പോലെ. For as the rain and the snow come down from heaven and do not return there without watering the earth and making it bear and sprout. Okay, so what does the rain does? മഴ എന്താണ് ചെയ്യുന്നത്? God sends the rain with a purpose. Here, in this context, ഈ പശ്ചാത്തലത്തിൽ ദൈവം ഒരു പർപ്പസോടുകൂടെ മഴയെ അയക്കുന്നു. എന്തിനു വേണ്ടിയാണ്? The rain will water the earth and praise God, under the soil of the earth is the seed. Praise God. നാം ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കണം, ഈ മണ്ണിന്റെ അടിയിൽ എന്ത് കിടക്കുകയാണ്? വിത്ത് കിടക്കുകയാണ്. And what does the rain does? Rain എന്താണ് ചെയ്യുന്നത്? When the rain, water the earth, it will help the, praise God, seed to grow and the sprout will come out. Praise God. എന്ത് ചെയ്യുമോ? ഈ മഴ വന്ന് ഭൂമിയിൽ വീഴുമ്പോൾ ഈ മണ്ണ് മൂടിയിരിക്കുന്ന വിത്തുകൾ എന്ത് ചെയ്യും? പുറത്തു വരും. So God is saying there is seed,
but hidden under the soil. Praise God. ഈ വിത്ത് കിടപ്പുണ്ട്, പക്ഷേ അത് മണ്ണ് അതിനെ മൂടിയിട്ടിരിക്കുകയാണ്. മഴ എന്താണ് ചെയ്യുന്നത്? What does the rain do? When the rain pours down, it will water the earth, and praise God, from the soil, praise God, under the soil, the sprout will come out. Praise God. മണ്ണ് മൂടിയിട്ടിരിക്കുന്ന വിത്തുകളെ പുറത്തു കൊണ്ടുവരുന്ന ജോലിയാണ് എന്തിനുള്ളത്? മഴയ്ക്കുള്ളത്. Praise God. This is the same thing with what happens when the word of God comes into the life. Praise God. എന്താണ് അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അങ്ങനെ തന്നെ ആയിരിക്കും. Praise God. It says, so will my word which goes forth from my mouth, it will return to me empty. Praise God. അത് ശൂന്യമായി മടങ്ങി വരത്തില്ല എന്ന് വെച്ചാൽ, praise God, now we need to understand this. Praise God. Our deliverance, our healings, our blessings are there, hidden, praise God, under the soil. Praise God. നമ്മുടെ സ്തോത്രം നന്മകളും നമ്മുടെ അനുഗ്രഹങ്ങളും അവിടെ കിടപ്പുണ്ട്, മണ്ണിനകത്ത് മൂടി കിടപ്പുണ്ട്. Praise God. Hallelujah. അല്പം കൂടെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പലപ്പോഴും നമ്മുടെ നന്മകളെ മുളച്ച് വരാൻ അനുവദിക്കാതെ വണ്ണം പിശാച് കൊണ്ട് മണ്ണ് മൂടിയിട്ടിട്ടുണ്ട്. But what does the word of God says? God sends his word. God sends his word. Praise God. Your blessings, your deliverance, your healings are, praise God, it is under this soil, and when the word of God falls on it, it will come out. It will come out, and all that you need to do is listen to his word. ഇത് ഞാൻ പറഞ്ഞ എത്രയൊക്കെ മനസ്സിലായി? സ്തോത്രം. നീ വേറെ ഒന്നും ചെയ്യേണ്ട. സ്തോത്രം. നിന്റെ നന്മകളും നിന്റെ ദൈവത്തിന് നമ്മെപ്പറ്റി പദ്ധതികളുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ വിചാരങ്ങൾ വളരെ വലിയതാണ്. It is not the way that you think, it is not the way that you plan. My plans and my thoughts are way higher than yours. Praise God. But to see the accomplishment of God's plan and God's thoughts, hallelujah, let the word of God falls on you this morning. Hallelujah. The പകൽക്കാലം നിന്റെ നന്മകൾ പുറത്തു വരാൻ പോകുകയാണ്. മണ്ണിനകത്ത് മൂടിയിട്ടിരിക്കുന്ന സ്തോത്രം വിത്തുകൾ ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ കുളിർമയാൽ പുറത്തു വരാൻ തക്കോണം പോകുകയാണ്. പുറപ്പാട് ആവർത്തന പുസ്തകം 33 അധ്യായം കൂടെ വായിച്ചാൽ പൂർത്തിയാവും. പക്ഷെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പകൽക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, praise, it is my prayer and desire this morning that as we listen to the word of God this morning, praise God, let it fall on us. Hallelujah. If you are sitting here with a receptive mind, praise God, your blessings are going to come forth. Hallelujah. നന്മകൾ പുറത്തു വരാൻ പോകുകയാണ്. വചനത്താൽ നമ്മുടെ ഹൃദയം ഒന്ന് കുളിരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നനയട്ടെ. ഇന്ന് പകൽക്കാലം മൂടിക്കിടക്കുന്ന നന്മകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് പുറത്തു വരാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം ഒരു വിടുതലിന്റെ പകലാക്കി മാറ്റാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. How many of you can receive this message this morning? Can you stand in the presence of the Lord? ദൈവത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകൽക്കാലം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, I'm standing in your presence, Lord. Let the life-giving word of God, let it fall on me this morning, Lord. Hallelujah. As the rain waters the earth, praise God, as the rain helps the seed to grow from the soil, Lord, let the word of God falls on me this morning. Praise God. Hallelujah. I know my blessings are there, hidden under the soil, and this morning as the word of God falls on our mind, as the word of God falls in our heart, praise God, it is going to water our life, and praise God, and the blessing
blessings will sprout this morning. ഇന്ന് പകൽക്കാലം നിന്റെ നന്മകൾ അത് മുളച്ചു വരാൻ പോകുകയാണ്. നിന്റെ അനുഗ്രഹങ്ങൾ, നിന്റെ വിടുതലുകൾ, നിന്റെ സൗഖ്യങ്ങൾ, മണ്ണിനകത്ത് മൂടിക്കിടക്കുന്ന സൗഖ്യങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർ ഈ വചനം ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കും? ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ചിലരെ ഉപയോഗിക്കാൻ പോകുകയാണ്. Unexpected people will come for your help. God is preparing unexpected means. Hallelujah. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം കുറുകി പോകുമ്പോൾ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്ത് ദൈവം നിന്റെ സഹായം ഒരുക്കി വെച്ചിട്ടുണ്ട്. Hallelujah. ഇന്ന് പകൽക്കാലം കർത്താവിൽ വിശ്വസിക്കുക എത്ര പേർ? How many of you are ready to listen to his word? How many of you are ready to incline your ear, to submit yourself? And how many of you are ready to seek the Lord? I mean, to worship him. Praise God. You are going to see the hand of God. You are going to see what the word of God can do, I mean, in your life, what the word of God can accomplish in your life. ദൈവത്തിന്റെ വചനത്തിന് എന്ത് നന്മ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് നീ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടി കർത്താവിനെ